ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. തനിനാടൻ മലയാളി എന്ന് പറയുന്ന ജൂനിയർ മാൻഡ്രേക്കിനെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മറുനാടൻ മലയാളിയുടെ ചേട്ടനായിട്ട് വരും ഇവൻ. എന്താണെങ്കിലും ഇതുപോലെ 2-3 സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്, വാർത്തകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ അൽ ജസീറ പോലുള്ള വേൾഡ് മാധ്യമങ്ങൾക്ക് കിട്ടാത്ത ചില പ്രത്യേകതരം വാർത്തകൾ നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ഒന്നാന്തരം ക്രിസംഗി വേട്ടാവളിയന്മാരാണ്. ഒന്ന് തനിനാടനും മറ്റൊന്ന് മറുനാടനും. ഈ 2 നാടനും കൂടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതകളുണ്ട്. അത് ചെറുതൊന്നുമല്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നമ്മുടെ ഈ ജൂനിയർ മാൻഡ്രേക്ക് മലയാളി അണ്ണൻ വന്നിട്ട് ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പോരാത്തിന് അണ്ണൻ അമേരിക്കൻ സിറ്റിസൺ ആണ് കേട്ടോ. അതുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ അണ്ണൻ തയ്യാറാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഇന്ത്യയിൽ ജനിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് GCC കൺട്രിയിലാണ്. അപ്പോൾ GCC കൺട്രിയിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യവുമായിട്ട് ഇപ്പോൾ ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രാജ്യമാണ്. ഈ രാജ്യം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സ്പോട്ടിൽ നമ്മൾ അവർക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകണം എന്നാണ് ആ മതം പഠിപ്പിക്കുന്നത്. നീ നിന്റെ രാജ്യത്തെ സ്നേഹിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രാജ്യം, ഞാൻ ജനിച്ച രാജ്യത്തിനെതിരായിട്ട് ഏത് മുസ്ലിം രാജ്യങ്ങൾ വന്നാലും ഞാൻ അവർക്കെതിരെയാണ് നിൽക്കുന്നത്. പക്ഷേ ദേവനെ പോലുള്ള ക്രിസംഖികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിൻ്റെ വായു ശ്വസിച്ച് ഒരു പ്രായമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവരുടെ അപ്പനും അമ്മയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ പ്രസവിച്ചതായിക്കോട്ടെ, അമ്മയുടെ അപ്പൻ്റെയൊക്കെ ശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളതാട്ടോ. അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും ഈ അമേരിക്കയായിട്ട് യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വേട്ടാവളിയൻ ആർക്കൊപ്പം നിൽക്കും? പിന്നെ ഈ രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് വരുന്ന ചില സംഖ്യകളും ക്രിസംഖ്യകളും ഉണ്ടല്ലോ, നിന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവനെപ്പോലുള്ള ഈ മൊട്ടത്തലേൻ്റെ വീഡിയോകളൊന്ന് കാണണം. ഇറാനും ഇസ്രായേലും യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് നെതന്യാഹു മാമനും ട്രംപ് മാമനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് യവനിക്കാണ് കേട്ടോ. ഇവൻ ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് എടുത്തിടും. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജെറുസലേം അമ്മായില്ലേ, അമ്മായി ബങ്കറിനകത്തിരുന്ന് മുഷിഞ്ഞ് പണ്ടാരം അടങ്ങി പുറത്ത് ചാടി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു. അതായത് ഇവിടെ റോക്കറ്റുകളും ബോംബുകളൊക്കെ വീഴുന്നുണ്ട്, കുറേ ആളുകൾ മരിക്കുന്നുണ്ട്, കുറേ കെട്ടിടങ്ങളൊക്കെ തകരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നെ ദേശീയ മാധ്യമങ്ങളും വേൾഡ് മാധ്യമങ്ങളൊക്കെ ഈ അൽ ജസീറ പോലുള്ള ചാനലുകൾ കൃത്യമായി ഇസ്രയേലിൽ നടക്കുന്നത് എന്താണ് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കിനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മാവൻ ആദ്യമൊക്കെ ഇസ്രയേൽ ഒരു പുല്ലും നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ ജൂനിയർ മാൻഡ്രേക്ക് മൊട്ടത്തലയൻ പിന്നെ പറഞ്ഞത് പ്രശ്നമാണ്, അമേരിക്കയ്ക്കും പ്രശ്നമാണ്, ഇസ്രയേലിനും പ്രശ്നമാണ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മാമൻ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാമനെ അനുകൂലിച്ച ആളുകൾ മാമൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പൊങ്കാല ഇടുന്നെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പോവാം. എൻ്റെ വീഡിയോ കണ്ട് പലരും കമൻറ്റുകളിൽ കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് നിങ്ങൾ സൈഡ് മാറുന്നത്, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് നിലപാടില്ലല്ലോ, നിങ്ങൾക്ക് പല തന്തകളാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. സുഹൃത്തുക്കളെ, എൻ്റെ നിലപാടുകൾ ഒട്ടും മാറിയിട്ടില്ല. പക്ഷേ ന്യൂസുകൾ മാറിയിട്ടുണ്ട്, വാർത്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വാർത്തകൾ മാറുന്നതനുസരിച്ച് എൻ്റെ വീഡിയോയും മാറിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു അമേരിക്കൻ പൗരനാണ്. എൻ്റെ ലോയൽറ്റി ഈ രാജ്യത്തോടാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനെപ്പോഴും സിന്താവ് വിളിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്, അമേരിക്കയുടെ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമോ, ഈ അമേരിക്കയിലേക്ക് പൗരനാകണ്ട, ലീഗലായിട്ട് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാവരും അതായത് ഒരു എഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം. നമ്മൾ അമേരിക്കയ്ക്ക് ഒരാവശ്യം വന്നാൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനും ജീവൻ ബലി കഴിക്കാനും തയ്യാറാണ് എന്ന് ഒരു എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അമേരിക്ക ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും. അതിന് അപ്പോളജി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നാട്ടിൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് പലരും. മറ്റ് രാജ്യങ്ങളോടാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ അവർക്ക് ലോയൽറ്റി, താല്പര്യം. നമ്മളിപ്പോഴും അത് കാണുന്നുണ്ട്. ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല.
എനിക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായാൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഉള്ളിൽ തന്നെയെങ്കിലും സിന്ദാബ് വിളിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നെനിക്കറിയാം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറാൻകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറാൻ എന്ന രാഷ്ട്രം, ഇറാനിയൻ പീപ്പിൾസിനോട് ഇവിടുത്തെ അമേരിക്കൻസിനോ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപിനോ യാതൊരു വിരോധവും ഇല്ല. ഇറാൻ എന്ന സർക്കാരിൻ്റെ നയങ്ങളോടാണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 50 വർഷമായിട്ട് അവിടെ ഭരിക്കുന്നത് ഈ അയ്യത്തോള്ളമാരാണ്. അവർ നീതിപൂർവമായിട്ടുള്ളൊരു ഭരണമല്ല അവിടെ നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും അവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ 3-4 തവണ ഇപ്പോൾ തെരുവിലിറങ്ങിയത് സ്വന്തം സർക്കാരിനെതിരെ. ആ സർക്കാർ അവരെ അടിച്ചമർത്തുകയായിരുന്നു. ഇന്നും അവർ സർക്കാർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ബാസിച്ച് എന്ന് പറയുന്ന ഗുണ്ട പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി പോലീസ് ടെഹ്റാനിലെ ഓരോ മുക്കിലും മൂലയിലും അവർ ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുകയാണ് ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനായിട്ട്. ഷൂട്ട് ചെയ്യണം അവരെ, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. നോ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 3 ആഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒന്ന് മയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്ന് അമാന്തിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം യുദ്ധം തീർക്കണമെന്നുള്ള ആ മൂഡിലാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം പോയ ഉദ്ദേശം നേടിയെടുത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ സിറ്റുവേഷൻ അവിടുത്തെ വഷളായിട്ടേ ഉള്ളൂ. ഇദ്ദേഹം പോയി ചെയ്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു പോയ സംഗതി പൂർത്തീകരിക്കാത്തത് കൊണ്ട് ആണ് അവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യങ്ങൾക്ക് സമാധാനമില്ല. ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഹോർമൂസ് കടലെടുത്ത് അവർ അടച്ചുപൂട്ടി കപ്പൽ ഗതാഗതത്തിന്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയതുകൊണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്. ന്യൂസ് മാറുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞാനും മാറും. ഞാൻ ഒരാളെ അല്ലെങ്കിൽ ട്രംപിനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാനിപ്പോൾ ട്രംപ് ചെയ്തേക്കുന്ന കാര്യത്തിൽ ഞാൻ സപ്പോർട്ടല്ല. ഐ എം അപ്സെറ്റ്. കാരണം ഇതിപ്പോൾ അമേരിക്കയെ ഇറാൻ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ്, നാണം കെടുത്തുകയാണ്, പരിഹാസപാത്രമാക്കുകയാണ്. ഇതിപ്പോൾ അദ്ദേഹം വലിയൊരു പ്രശ്നമാണ്, ലോകത്തിന് വലിയൊരു തലവേദനയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ട്രംപ്. അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ഒന്ന് വിശദീകരിക്കാനായിട്ടൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ നിലപാടിലല്ല മാറ്റം, വാർത്തകളിലാണ് മാറ്റം. നമ്മുടെ നാട്ടിലെ മാതിരി ഞാൻ അന്ധമായിട്ട് ഒരു ഇറാനെയോ അന്ധമായിട്ട് ട്രംപിനെയോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോ ഇവിടെ നടക്കുന്ന ന്യൂസുകളെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഒരു പ്രതിച്ഛായയാണ് എൻ്റെ വീഡിയോകൾ. ഇക്കാര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്. ഒരേ വായിൽ 2 വർത്താനം പറയുന്ന വേട്ടാവളിയന്മാരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പൂരിപ്പിച്ചാൽ മതി. ജനിച്ച നാടിനോടാണോ കൂറ് അതോ അന്നം തന്ന നാടിനാണോ കൂറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും നമ്മൾ ജനിച്ച നാടിനോടാണ് കൂറ്. എന്നാൽ അന്നം തന്ന നാടിനെ നമ്മൾ തള്ളി പറയാനും തയ്യാറില്ല. പക്ഷേ നമ്മുടെ രാജ്യവും ഈ പറയുന്ന രാജ്യവും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ഞാൻ പറയും എൻ്റെ ജനിച്ച നാടിനോടെ നിൽക്കത്തുള്ളൂ. പിന്നെ അമ്മാവൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുമെന്ന്, മനസ്സിൽ ജയ് വിളിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ മനസ്സിൽ ജയ് വിളിച്ച ഒരാളെയെങ്കിലും നിങ്ങൾ പറഞ്ഞുതരാൻ പറഞ്ഞോ? അതാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മുടെ 10-20ഓളം വരുന്ന രാജ്യത്തിൻ്റെ പൗരന്മാരെ ഈ പറയുന്ന തീവ്രവാദികൾ കയറി വെടിവെച്ച് കൊന്നു. നിങ്ങളെല്ലാം പറഞ്ഞല്ലോ, മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊന്നു. കൊന്നിട്ട് ഈ പറയപ്പെടുന്ന ആരെങ്കിലും പിടിച്ചോ? എവിടെങ്കിലും നിങ്ങൾ കണ്ടോ ഇവന്മാരെ പിടിക്കുന്നത്? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത ചില ആളുകൾ നമ്മൾ കണ്ടല്ലോ. പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്ളോഗേഴ്സ് ആരായിരുന്നു? BJPയുടെ ആൾക്കാരായിരുന്നു. പിന്നെ ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതെല്ലാം ഈ പറയപ്പെടുന്ന സംഘി വേട്ടാവളിയന്മാർ തന്നെയായിരുന്നു. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു മുസൽമാനും രാജ്യത്തിന് ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പൂർവികന്മാർ ഈ ബ്രിട്ടീഷോട് പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതും. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് നിന്നെപ്പോലുള്ള ആളുകൾ ഇവിടുത്തെ അധികാരത്തിൻ്റെ പവറിൽ ഇരുന്നുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തും കൊന്നു കൊല വിളിച്ച് നീയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അസ്തിത്വത്തിൽ തൊടാനോ ഞങ്ങളുടെ നട്ടലിൻ്റെ കരുത്ത് തെളിയിക്കാനൊന്നും നിന്നെപ്പോലുള്ള ഒരു ഊളകൾക്കും സാധിച്ചിട്ടില്ല. അതായത് നിങ്ങളിതുപോലെ ആണും പെണ്ണും കെട്ട രീതിയിൽ ശിഖണ്ഡികളായിട്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ ആസനം നക്കി ജീവിക്കലാണ്
നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ ട്രംപ് മാമൻ ഒരേ സമയം ജയ് വിളിക്കുകയും ചെയ്യും, പിന്നെ യുദ്ധത്തിൽ മാമൻ പരാജയപ്പെട്ട് തോറ്റ് തുന്നം പാടി ട്രൗസറും കീറി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുമെന്ന് ഇറാൻ്റെ കാൽക്കൽ കെട്ടി വീണ് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ. കാരണം അവന്മാർ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. എന്തായാലും നമ്മുടെ അണ്ണനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും